വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിധി വന്നിരിക്കുന്നു. പ്രതി കുറ്റക്കാരൻ എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. പ്രതി സഞ്ജയ് റായ് കുറ്റക്കാരൻ എന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള വിധി വന്നിരിക്കുന്നത്. ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകും എന്നുകൂടി അറിയുന്നു. BNS 103/1, 64, 66 BNS എന്നീ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരൻ എന്ന കോടതി നിരീക്ഷണം വന്നിരിക്കുന്നു. വിധി അല്പസമയം മുൻപാണ് പ്രസ്താവിച്ചത്. സഞ്ജയ് റോയ് കുറ്റക്കാരനാണ്. ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകും എന്നുകൂടി ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. ഏറെ ചർച്ചയായ, ഏറെ വിവാദമായ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധിയുണ്ടായിരിക്കുന്നത്. പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു. എല്ലാ രീതിയിലുള്ള തെളിവുകളും അത് പ്രതിക്ക് പ്രതികൂലമാണ് എന്ന രീതിയിൽ നിരീക്ഷണം വന്നിരിക്കുന്നു. ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകും എന്നുകൂടി അറിയുന്നുണ്ട്. വിവിധ വകുപ്പുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരം 103/1, 64, 66 BNS എന്നീ വകുപ്പുകൾ ഈ പ്രതിക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള നിരീക്ഷണം കൂടി കോടതിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. ശിക്ഷാവിധി ഇത് സംബന്ധിച്ച് അത് തിങ്കളാഴ്ച മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുകൂടി അറിയുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ബൽറാം, അങ്ങനെ കാത്തിരുന്ന വിധി വരുന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പെൺകുട്ടിയുടെ ബലാത്സംഗ കൊലപാതകം, അതിൽ നടുങ്ങിയതാണ് നാട്. അതിൽ ഇപ്പോൾ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നു. പ്രതി സഞ്ജയ് റായ് കുറ്റക്കാരൻ എന്ന് കോടതി പറയുന്നു. എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതിയിൽ നിന്നുണ്ടാവുന്നു? പ്രജിൻ, രാജ്യം കാത്തിരുന്ന സുപ്രധാനമായ ഒരു കേസിലാണ് ഇപ്പോൾ സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി അനിർബാൻ ദാസ് വിധി പറഞ്ഞിരിക്കുന്നത്. പ്രതിയായി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച സഞ്ജയ് റോയ് ഇയാൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 3 കുറ്റകൃത്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ന്യായ സംഹിത 103/1, 64, 66 എന്നീ വകുപ്പുകൾ ഇയാൾക്കെതിരെ നിലനിൽക്കും എന്നാണ് കോടതി വിധി എഴുതിയിരിക്കുന്നത്. ബലാത്സംഗം, കൊലപാതകം, കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പ്രതി സഞ്ജയ് റോയ് ചെയ്തിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇയാൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ചയായിരിക്കും സിയാൽദ വിചാരണ കോടതി വിധിക്കുക. ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കേസാണ്. രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഡ്യൂട്ടിയിലിരുന്ന റെസിഡന്റ് ഡോക്ടറെ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ നിലനിൽക്കുന്ന 3ാം നിലയിലെ സെമിനാർ ഹാളിൽ വെച്ച് ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി കൊല ചെയ്യപ്പെടുത്തിയ സംഭവം എന്നുള്ളത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് സംഭവം വഴിവെച്ചിരുന്നു. തുടർന്നാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടാവുകയും ആരോഗ്യ പ്രവർത്തകർക്കുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ, അതിനായുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് വഴിവെച്ചത് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഈ ബലാത്സംഗ കൊലപാതക കേസാണ്. ഈ കേസിലാണ് സിയാൽദയിലെ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പ്രതിയായ സഞ്ജയ് റോയ് കുറ്റകൃത്യം ചെയ്തിരിക്കുന്നുവെന്നും ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ഇയാൾക്കെതിരെ നിലനിൽക്കും എന്നുമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ചയായിരിക്കും ഇക്കാര്യത്തിൽ സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ സിയാൽദ കോടതി വിധിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സഞ്ജയ് റോയിയെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളോടെ സിയാൽദ കോടതിയിൽ പ്രസിഡൻസി ജയിലിൽ നിന്നും കൊൽക്കത്ത പോലീസ് എത്തിച്ചത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴും ഈ സിയാൽദ കോടതിയിലും പരിസരത്തും തുടരുകയാണ്. 300-ലേറെ പോലീസുകാരെയാണ് ഈ കോടതി പരിസരത്തായി വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിധി പ്രസ്താവം കേൾക്കുന്നതിനായി കൊല്ലപ്പെട്ട റെസിഡന്റ് ഡോക്ടറുടെ മാതാപിതാക്കളും മറ്റ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കോടതിയിൽ എത്തിയിരുന്നു. ഈ പ്രതി മദ്യലഹരിയിലാണ് കുറ്റകൃത്യം ചെയ്തത് എന്നാണ് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പോലീസിനോടും പിന്നീട് ഈ അന്വേഷണം ഏറ്റെടുത്ത CBIയോടും വെളിപ്പെടുത്തിയത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ കുറ്റസമ്മതം നടത്തിയ ഈ പ്രതി പിന്നീട് കോടതിയിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും കോടതിയിലെത്തിയപ്പോഴും ഈ കുറ്റം നിഷേധിക്കുകയായിരുന്നു. തന്റെ പേരിൽ ഈ കേസ് അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത് എന്നായിരുന്നു പിന്നീട് ഇയാൾ പറഞ്ഞത്. പോലീസിനോട് താൻ അക്കാര്യം ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണെന്നത് ഉൾപ്പെടെ ഇയാൾ പിന്നീട് കോടതിയിൽ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോടും കോടതിയിലും ഇയാൾ മൊഴി നൽകി. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് CBIയുടെ കണ്ടെത്തലുകൾ, ശാസ്ത്രീയ തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ഉള്ള കൊലപാതകം, ബലാത്സംഗം
എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ചയായിരിക്കും സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുക. അതിക്രൂരമായ ഒരു സംഭവമായിരുന്നു കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം 2024 ആഗസ്റ്റ് 9 രാത്രി നടന്നത്. ഈ തൊട്ടടുത്ത ദിവസം രാവിലെയാണ് ഈ പെൺകുട്ടിയുടെ 31-കാരിയായ റെസിഡന്റ് ഡോക്ടറുടെ മൃതദേഹം ഈ ആശുപത്രിയുടെ സെമിനാർ ഹാളിൽ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ദേഹമാസകലം ഗുരുതരമായ പരിക്കുകൾ ഏറ്റ നിലയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത്. 2 കണ്ണുകളിൽ നിന്നും വായിൽ നിന്നും രക്തം ഒലിക്കുന്ന നിലയിൽ ശരീരമാസകലം സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഗുരുതരമായ മുറിവേൽപ്പിച്ച നിലയിലായിരുന്നു ഈ മൃതദേഹം. ഇതിനെ തുടർന്ന് ഇത് ആദ്യഘട്ടത്തിൽ ഒരു കൂട്ടബലാത്സംഗമാണ് നടന്നത് എന്ന സംശയമുയരുകയും സഹപ്രവർത്തകർ ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒരു സമരത്തിന് തുടക്കം കുറിക്കുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ കൊൽക്കത്ത പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതിനും ഉൾപ്പെടെ ഉണ്ടായ കാലതാമസം, കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുണ്ടായ കാലതാമസം വലിയ സംശയങ്ങൾക്കിടയാക്കുകയും തുടർന്നാണ് ഈ പ്രതിഷേധം ആളിപ്പടരാൻ ഇടയാക്കിയത്. ഈ ആശുപത്രിയിലെ പ്രിൻസിപ്പലിന്റെ ഇടപെടലുകളും ഇത് സംശയത്തിന് ഇട നൽകിയിരുന്നു. തുടർന്ന് ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ ആദ്യഘട്ടത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് അറിയിക്കാതിരിക്കുകയും മൃതദേഹം കാണാൻ പോലും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യം മാതാപിതാക്കൾക്ക് ഉണ്ടാവുകയും ചെയ്തതും ജനരോക്ഷം ആളിക്കത്തിക്കാൻ ഇടയാക്കി. തുടർന്നാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഈ പ്രതിയായ സഞ്ജയ് റോയിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സിവിൽ പോലീസ് വോളണ്ടിയറായി ജോലി ചെയ്യുകയായിരുന്ന സഞ്ജയ് റോയ് തന്നെയാണ് ഈ കേസിലെ പ്രതി എന്നതാണ് കൂടുതൽ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ കൂടുതൽ അലയടിക്കാൻ ഇടയാക്കിയത്. പോലീസ് സുരക്ഷയൊരുക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ ഒരു ജോലിക്കിടെ തന്നെ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. കൊൽക്കത്തയിൽ തുടങ്ങിയ പ്രതിഷേധം രാജ്യവ്യാപകമായി പടരുകയും രാജ്യത്തെ ആശുപത്രികൾ നിശ്ചലമാകുന്ന സാഹചര്യവും ഉണ്ടായി. തുടർന്ന് പശ്ചിമ ബംഗാൾ സർക്കാരിനെ പോലും വിറപ്പിച്ച ഒരു സമരമാണ് തുടർന്നുള്ള നാളുകളിൽ കണ്ടത്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുകളും മമതാ ബാനർജി തന്നെ നേരിട്ട് ഈ ഡോക്ടർമാരുമായി ചർച്ച നടത്തിയാണ് ഈ സമരത്തിന് പണിമുടക്കിയുള്ള ഡോക്ടർമാരുടെ സമരത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ 162-ാം ദിവസവും ഈ പെൺകുട്ടിക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം കൊൽക്കത്തയിൽ തുടരുമ്പോഴാണ് പ്രതിയായ സഞ്ജയ് റോയ് കുറ്റക്കാരനാണ് എന്ന സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി അനിർബാൻ ദാസിന്റെ വിധി പുറത്തു വന്നിരിക്കുന്നത്. പ്രതി സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. മാതാപിതാക്കൾ ഈ വിധിക്ക് മുമ്പായി പ്രതികരിച്ചത് വിധി കാത്തു നിൽക്കുന്നു. തങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വിധി അല്ലെങ്കിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ തങ്ങൾക്ക് നീതി ലഭിക്കും വരെ ഏതറ്റം വരെയും പോരാട്ടത്തിന് തയ്യാറാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഡോക്ടർക്ക് വേണ്ടി സമരം നടത്തുന്ന മറ്റ് പ്രതിഷേധക്കാരും ഈ നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ചയായിരിക്കും